നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ എനർജിയെക്കുറിച്ചും അതിൻ്റെ ആക്സിലറേഷൻ, വെലോസിറ്റി അത് ഏത് രൂപത്തിൽ വേരി ചെയ്യുന്നു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പൊസിഷനിൽ നിന്ന് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് വരുമ്പോഴും അതെങ്ങനെ വേരി ചെയ്യുന്നു, ഏതൊക്കെ രൂപത്തിലുള്ള എനർജിയിൽ വ്യത്യാസം ഉണ്ടാകുന്നത്, എനർജി എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ മാറുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സെക്ഷനിൽ നോക്കും. ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളിനെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയേഷൻ സംഭവിക്കുന്നതെന്നുള്ളത്. അതിനൊരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ഡെറൈവ് ചെയ്തെത്തി. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമ്മൾ എത്തിയതെന്ന് വെച്ചാൽ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. അതിൽ നമ്മൾ ഫൈവ് എന്ന് പറയുന്നത് എപ്പോക്ക് ആണെന്ന് പറഞ്ഞു, അതിന് ഇനീഷ്യൽ ഫേസ് ആണെന്ന് പറഞ്ഞു, ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു. അപ്പം ഇത് കണക്ട് ചെയ്യുന്നത് എന്താണ്? പൊസിഷൻ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും പിന്നീട് അത് ഏത് ടൈമിലാണോ നമ്മൾ ആ ഇൻസ്റ്റൻറ്റ് ഏത് ടൈമാണോ ആ ടൈമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇക്വേഷൻ പറഞ്ഞത്. അപ്പം എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുന്നുണ്ട്. എക്സ് ഈക്വൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ള റിലേഷൻ അനുസരിച്ചായിരിക്കും അതിൻ്റെ പൊസിഷൻ സമയത്തിനനുസരിച്ച് മാറുന്നത്. കാരണം ടി മാറുന്നതനുസരിച്ച് എക്സ് മാറും. അപ്പോൾ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിൻ്റെ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിങ് എസ് എം എച്ച് സിമ്പിൾ ഹാർമോണിക് മോഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ച് നിർത്തിയിരുന്നു. വെലോസിറ്റി വി ഈക്വൽ ടു എന്തായിട്ട് നമ്മൾ നിർത്തിയിരുന്നു? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് നിർത്തിയിരുന്നു. ഇനി നമുക്ക് ഈ വെലോസിറ്റി ഇക്വേഷൻ അതൊന്ന് നോക്കിയേ. അറ്റ് എക്സ് ഈക്വൽ നമ്മൾ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? വെലോസിറ്റി വി ഈക്വൽ ടു എക്സ് 0 ആകുമ്പം എ ഒമേഗ ആവും. അപ്പം വി ഈസ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. അപ്പം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? മീൻ പൊസിഷനാണ്. അവിടെ വെച്ചിട്ട് എന്ത് പറ്റുന്നുണ്ട്? വെലോസിറ്റി മാറുന്നുണ്ട്. ഇനി എക്സ് കൂടുന്നതനുസരിച്ച് എന്ത് കിട്ടും? അത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് കൂടുന്നതനുസരിച്ച് ആ റൂട്ട് ഓഫ് ടൈം കുറഞ്ഞു വരും. അപ്പം എ ആവുമ്പം എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി എന്തായിട്ട് മാറും? 0 ആവും. ഇപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ആകുമ്പം വി ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആവും. അത് എ സ്ക്വയർ ആവും. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 0 ആവും. സോ 0 ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്? വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിങ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും മാക്സിമം? അറ്റ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പൊസിഷനിൽ വെലോസിറ്റി മാക്സിമവും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസിൽ, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസിൽ അത് എന്തായിട്ട് മാറുന്നുണ്ട്? 0 ആയിട്ട് മാറുന്നുണ്ട്. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കുള്ള ഡെറൈവ് എടുത്തായിരുന്നു നേരത്തെ ഇക്വേഷൻ. ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് എസ് എം എച്ച് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. അത് നമ്മുടെ ബേസിക് ഇക്വേഷനിൽ നിന്ന് വരുന്ന ആണ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ അവിടെ എക്സ് ഈക്വൽ ടു 0 ആവും. ആൽഫ എന്തായിട്ട് മാറും? 0. അപ്പം എക്സ് ഈക്വൽ ടു 0യിൽ ആക്സിലറേഷൻ 0യും എക്സ് ഈക്വൽ ടു എയിൽ അവിടെ എന്തായാലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എ വിച്ച് ഈസ് എ മാക്സിമം വാല്യൂ ആയിട്ട് മാറും. അപ്പം വെലോസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ആക്സിലറേഷൻ്റെ വരുന്നത്. എക്സ് ഈക്വൽ ടു 0യിൽ എന്താണ് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്? 0യും എക്സ് ഈക്വൽ ടു എയിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എയും. അതാണ് അതിൻ്റെ മാക്സിമം വരുന്ന ആക്സിലറേഷൻ വാല്യൂ. അപ്പോൾ ഇത്രയും കൊണ്ട് നിർത്തിയത് നമ്മൾ തൊട്ട് മുമ്പ് ഡെറൈവ് ചെയ്ത് നിർത്തിയ ഇക്വേഷനിൽ നമ്മൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഡി എക്സ് ബൈ ഡി ടി ഇക്വേഷൻ വെലോസിറ്റിയുടെ കണ്ടുപിടിച്ച് നിർത്തിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ ബേസിക് ഇക്വേഷനിൽ നമ്മൾ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. അന്ന് തന്നെ ഒമേഗ സ്ക്വയർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. ആൽഫ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്നുള്ളത്. അപ്പം ഇതെല്ലാം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് എടുത്തൊരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തി. നമ്മൾ എന്തൊക്കെ പറഞ്ഞു നിർത്തി? വെലോസിറ്റിയും ആക്സിലറേഷനും ഓരോ പോയിന്റിലും എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അതിൻ്റെ എക്സ്ട്രീം വാല്യൂയും അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞു. എവിടെയാണ് ഏറ്റവും മാക്സിമം വരുന്നത്? വെലോസിറ്റി മാക്സിമം വരുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഏറ്റവും മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. എന്ത് കിട്ടും? എ ഒമേഗ എന്ന് കിട്ടും. ഇനി ഏറ്റവും കുറവ് ആക്സിലറേഷൻ വെലോസിറ്റി വരുന്നത് എവിടെയാണ്? അത് എക്സ്ട്രീം പൊസിഷനിലാണ്. അവിടെ വെച്ചത് 0 ആവും. ഇനി ആക്സിലറേഷൻ്റെ കേസിൽ ഏറ്റവും ഹൈ ആക്സിലറേഷൻ വാല്യൂ വരുന്നത്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എ ആണ്. അത് എക്സ്ട്രീം പൊസിഷനിലും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പൊസിഷനിൽ 0യും ആയിരിക്കും നമുക്ക് കിട്ടി. ഇനി അപ്പം നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഇത് മൂവ്മെൻറ്റിലാണ്. സിമ്പിൾ ഹാർമോണിക് മോഷനിലാവുമ്പം ഇതെന്ത് ചെയ്യുന്നു? ടു ആൻഡ് ഫ്രോം മോഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിന് ആ മൂവ്മെൻറ്റ് കൊണ്ട് എന്ത് എനർജി കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. ഇനി അത് എക്സ്ട്രീം പൊസിഷനിൽ വരുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വരുമ്പോൾ ആ പൊസിഷൻ കൊണ്ട് അതിന് എന്ത് വരുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എനർജിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട്. എന്തൊക്കെയുണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്,
പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പം ഇത് എക്സ്ട്രീം പൊസിഷനിലെത്തുമ്പോൾ അതിന് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി പോകും. പിന്നീട് അതെന്തോ ചെയ്യും, ഒരു വെലോസിറ്റി കൂടി, ആക്സിലറേഷൻ കൊടുത്തിട്ട് വെലോസിറ്റി കൂടി എവിടെ വരും, നടുക്കെത്തും വെലോസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. അപ്പോൾ അതിനെന്തായിരിക്കും കൂടുതലുള്ളത്, കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് എനർജിയും എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നോക്കാം. എ ഹാർമോണിക് ഓസിലേറ്റർ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ആക്ഷനിലാണ് സിമ്പിൾ ഹാർമോണിക്. ദിസ് ഫോഴ്സ് ഓൾവേസ് ഒപ്പോസസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇതെന്തിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇത് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണല്ലോ, കാരണം ആ റീസ്റ്റോറിംഗ് ഫോഴ്സാണ് അതിനെ സെൻറ്ററിലോട്ട് പിടിച്ചു നിർത്തുന്നത്. അതിന് എഗൻസ്റ്റാണ് അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിന് എഗൻസ്റ്റ് ഇത് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സോ ടു ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ എഗൻസ്റ്റ് ദിസ് ഫോഴ്സ് വർക്ക് മസ്റ്റ് ബി ഡൺ. അതിന് എഗൻസ്റ്റ് ആയിട്ടൊരു വർക്ക് ചെയ്യണമല്ലോ. കാരണം അപ്പം നിങ്ങളൊരാൾ പിടിച്ച് അങ്ങോട്ട് പുറന്നോട്ട് തെളിവാണ്, നിങ്ങൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സംഭവം തന്നെയാണ് ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്നത്. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്, അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് അടുത്ത ഡിസ്പ്ലേസ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും, അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട്. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ഇൻ ദ പാർട്ടിക്കിൾ ആസ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. സിൻസ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻ മോഷൻ, അത് മൂവ്മെൻറ്റിലായതുകൊണ്ട് അതിന് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി. അപ്പം ദ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രൊവൈഡഡ് പാർട്ട് ഓഫ് ദിസ് എനർജി ഈസ് നോട്ട് യൂസ് ടു ഓവർകം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അത് നമ്മൾ നോർമലി എടുക്കുന്നതാണ്. എന്താണ്, നമ്മളങ്ങനെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുമ്പം എന്താണ്, നമ്മളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ പാർട്ട് ഓഫ് എനർജി ഫ്രിക്ഷൻ എനർജിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് വരത്തില്ല, ചെറിയ ഫ്രിക്ഷണൽ ലോസിന് വേണ്ടി നഷ്ടപ്പെടും. അത് നോർമലി സംഭവിക്കും. അതുകൊണ്ടാണല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ പതുക്കെ ഡെഡ് സ്റ്റേറ്റിലോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് പോകാം. നമ്മളൊരു ഒരു കൺസിഡറേഷൻ എടുക്കുന്നു. ഒരു എം മാസമുള്ള പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു 11th ഡയറക്ഷൻ AOB. O എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ, എയും ബിയും ആണ് അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസ്. എയും ബിയും പടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. O എന്ന് പറയുന്നത് സെൻട്രൽ പാർട്ടാണ്. ഇനി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ F എന്ന് പറയുന്നത് -Cx, വേർ X ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് C ഈസ് എ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. സിയുടെ വാല്യൂ നമ്മൾ ഇതിൻ്റെ ബിഗിനിങ്, ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ പറഞ്ഞു. സി നമ്മൾ m⍵² എടുത്തു. അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒമേഗ ഈസ് ആംഗുലാർ ഫ്രീക്വൻസി. ഇനി നമ്മൾ എടുക്കുന്നു വർക്ക് ഡൺ ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ ബൈ dx. ഒരു dx എന്ന് പറയുന്ന ഡിസ്റ്റൻസിലോട്ട് ആ പാർട്ടിക്കിളിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നതായിരിക്കും എന്താണോ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഫോഴ്സ് നമുക്കറിയാം, നമ്മൾ CX എന്നെടുത്തു, DX എന്നെടുത്തു. വർക്ക് നമ്മളിപ്പോൾ ഒരു വർക്ക് ക്വാണ്ടിറ്റി ആണ് എടുത്തേക്കുന്നത്. സോ CX ഇൻറ്റു DX. ദ ടോട്ടൽ വർക്ക് ഇൻ ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് X വരെയുള്ള ഡിസ്റ്റൻസിലോട്ട് അതിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി എടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 to x, വർക്ക് DW അല്ലെങ്കിൽ DW, DX ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, CX DXനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ തൊട്ട് 0 മുതൽ x വരെ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, C ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ വെച്ചാൽ x²/2 വരും, വിത്ത് ലിമിറ്റ് 0 to, അപ്പം 1/2 CX² എന്ന് കിട്ടി. അപ്പോൾ ഇതെന്തായിരിക്കും, എൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എടുക്കുക, U = ½ CX². ഇനി എക്സിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം സിക്ക് നമുക്ക് വാല്യൂ കൊടുക്കാമല്ലോ. സി നമ്മളിവിടെ തൊട്ട് മുമ്പ് പറഞ്ഞു തരുന്നു, സി എന്ന് വെച്ചാൽ m⍵². അപ്പോൾ നമുക്ക് അതിനെ എഴുതാൻ വേണമെങ്കിൽ ½ m⍵² x². ഇനി നമ്മൾ ഇതിന് വരുന്ന മാക്സിമം മിനിമം വാല്യൂ എന്ന് പറയുന്നത്, എക്സിന് വരുന്ന മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ്. എക്സിന് വരുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എയും മിനിമം വാല്യൂ 0. മിനിമം x 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ½ C0² കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. എ കൊടുക്കുമ്പോൾ ½ CA² അല്ലെങ്കിൽ ½ m⍵² A². അതാണ് വരാവുന്ന മാക്സിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കേസിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ½ m⍵² x² ആണ്. ഒരു പർട്ടിക്കുലർ പൊസിഷൻ എക്സിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ m⍵² x² ആണ്. അപ്പം ഈ രണ്ട് ഇക്വേഷനാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പാർട്ടുകൾ. ഏതൊക്കെയാണ്, ½ m⍵² x² ആണ് എക്സ് പൊസിഷനിലെ വാല്യൂയും, ഏറ്റവും മാക്സിമം വരാവുന്ന വാല്യൂ ½ m⍵² A² ആണ്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ എക്സ് ഈ ആക്സിസിൽ എടുക്കുന്നു. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക, ഇത് -a. അപ്പം x = 0 വാല്യൂ എന്താണ്, 0. x = a എന്ത് കിട്ടും, മാക്സിമം കിട്ടും. x = -a എന്ത് കിട്ടും, മൈനസ് ഡയറക്ഷനിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കിട്ടും. വെച്ചാൽ -⍵² x² ആണല്ലോ വരുന്നത്. അപ്പം അതും മാക്സിമം വരും. അപ്പം ഇങ്ങനെ നമുക്കൊരു ഗ്രാഫ് കിട്ടും ഏതിൻ്റെ, പൊട്ടൻഷ്യൽ എനർജിയുടെ.
റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ, കറക്റ്റാണ്. എയ്ക്ക് കറസ്പോണ്ടിങ് മൈനസ് എയ്ക്ക് കറസ്പോണ്ടിങ് മാക്സിമം കിട്ടും, പ്ലസ് എയ്ക്ക് കറസ്പോണ്ടിങ് മൈനസ് എക്സ് ഈസിക്കൽ 0യിൽ 0 പോയിന്റ് കിട്ടും. ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് പോകാം. So the particle is oscillating, so it has kinetic energy due to its motion denoted by t. The velocity of the particle at a distance x from its equilibrium position is given by. നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റിയെ കുറിച്ച് അറിയണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, v = ഒമേഗ ഇൻറ്റു √(a²-x²) ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ടി എന്ത് കിട്ടും? ഹാഫ് എം വി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് (ω²a²-x² എടുക്കുക. അപ്പോൾ ഹാഫ് സി മറ്റേ (a²-x²). എന്തിനാണ് നമ്മൾ സീന്ന് കൊടുത്തത്? (m⍵²) ആണ്. അപ്പോൾ അങ്ങനെ നിർത്തിയല്ലോ. ഇനി x = 0 കൊടുത്തേ. ഇത് നമുക്ക് ബേസിക് വരുന്ന ഇക്വേഷനാണ്. നമ്മൾ എന്തോ ഇത് ടിക്ക് നമുക്ക് ഇവിടെ ഈ ടി നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ടി ടൈം പീരീഡ് അല്ല, വെലോസിറ്റി നമ്മൾ കൈനറ്റിക് എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ അപ്പം നമ്മൾ പിന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. വിക്ക് നമുക്ക് വാല്യൂ അറിയാം, വിയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ നമ്മൾ വിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കേസ് നോക്കാം. അറ്റ് x = 0 ആകുമ്പം ഇതെന്തായിട്ടുണ്ട്? ഹാഫ് എം (ω²a²) വരും, ഹാഫ് സി (a²) എന്ന് വന്നു. ഇനി അറ്റ് x = aയിൽ വന്നു ഹാഫ് എം (ω²a²-a²) 0 ആയിപ്പോവും. അറ്റ് x = aയിൽ 0 ആയിപ്പോയി. x = 0യിൽ ഒരു മാക്സിമം വാല്യൂവും കിട്ടി. അപ്പം നമുക്ക് അതിനെ ഒന്ന് ഗ്രാഫിക്കലി നോക്കാം. x = 0യിൽ എന്ത് വരുന്നുണ്ട്? മാക്സിമം വാല്യൂ. x = -aയിലും aയിലും എന്ത് വരുന്നുണ്ട്? മിനിമം വാല്യൂ. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടിനെക്കുറിച്ചൊരു ഐഡിയ വന്നേ. ഇപ്പം നോക്കാം. അറ്റ് ഡിസ്പ്ലേസ് എക്സ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എനർജി നമുക്ക് എന്ത് എഴുതാമല്ലോ? ഹാഫ് സി (a²-x²), അത് കൈനറ്റിക് ഇക്വേഷൻ, പ്ലസ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഹാഫ് സി (x²). രണ്ടും കൂടെ ചേർക്ക് നോക്കിയേ. ഹാഫ് സി (a²) കിട്ടും, മൈനസ് ഹാഫ് സി (x²) കിട്ടും, പ്ലസ് ഹാഫ് സി (a²) കിട്ടും. അപ്പോൾ എന്തായിട്ട് വരും? ടോട്ടൽ എനർജി ഹാഫ് സി (a²). അതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? മാക്സിമം വന്ന പൊട്ടൻഷ്യൽ എനർജിക്കും മാക്സിമം വന്ന കൈനറ്റിക് എനർജിക്കും. നോക്കിയേ, കറക്റ്റ് അല്ലേ? നമുക്ക് കിട്ടിയ മാക്സിമം ഏറ്റവും കൂടിയ വന്ന ഹാഫ് സി (a² ആയിരുന്നു. കൈനറ്റിക് എനർജി മാക്സിമം വന്ന് പൊട്ടൻഷ്യൽ ചെയ്തപ്പോൾ വന്ന മാക്സിമം എന്താണ്? ഹാഫ് സി (a²). അപ്പം കൈനറ്റിക് എനർജിയുടെ മാക്സിമവും പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമവും അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഹാഫ് സി (a²) = ux മാസ് (t_max). അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി? ദസ് ദ ടോട്ടൽ എനർജി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്. ടോട്ടൽ എനർജി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് അറ്റ് ഓൾ പൊസിഷൻ അറ്റ് ഓൾ ടൈംസ്. അത് എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ്? ടോട്ടൽ എനർജി. പക്ഷേ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യലും ഇൻഡിവിജ്വലി വേരി ചെയ്യുന്നുണ്ട്. ഒരു മിനിമം വാല്യൂന്ന് മാക്സിമം വാല്യൂട്ട് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോക്കി എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി 0യിൽ നിന്ന് ഹാഫ് സി (a²) എന്നുള്ള വാല്യൂയിലോട്ട് പോകുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജിയും 0യിൽ നിന്ന് ഹാഫ് സി (a² എന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആകുമ്പോൾ ആ പോയിന്റിൽ വെച്ച് കൈനറ്റിക് എനർജി 0 ആവുന്നുണ്ട്. കൈനറ്റിക് എനർജി മാക്സിമം എന്ന പോയിന്റിൽ വെച്ച് പൊട്ടൻഷ്യൽ എനർജിയും 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും, പൊട്ടൻഷ്യൽ എനർജി പിന്നെയും ട്രാൻസ്ഫർ ചെയ്ത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ആ ഒരു സ്വിച്ചിങ് ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് തന്നെ നോക്കാം. നോക്കിയേ, ഇത് ഞാൻ രണ്ടായിട്ട് വരച്ച ഗ്രാഫിനെ ഒന്നിച്ച് വരച്ചേക്കുന്നതാണ്. നോക്കിയേ, ഏറ്റവും മുകളിലത്തെ ലൈൻ കാണിക്കുന്ന ടോട്ടൽ എനർജി ആയിട്ട് എടുത്തേക്കുന്നു. നോക്കിയേ, ഇതിൽ ഫിഗർ ഐ എന്ന് കൊടുത്തേക്കുന്ന ഫിഗർ ഉണ്ട്. ഈ കർവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെന്താ കാണിക്കുന്നത്? ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എക്സിൽ 0യിൽ 0യും x = aയിൽ മാക്സിമത്തിലോട്ടും പോയിട്ടുണ്ട്. കൈനറ്റിക് എനർജി നേരെ തിരിച്ച് ഇത് കാണിച്ചേക്കുന്ന കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. അപ്പം അതെന്തോ ഇത് x = 0യിൽ അതിന് മാക്സിമം വാല്യൂയും x = പ്ലസ് ആവുന്നത് മിനിമം വാല്യൂ. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ എനർജി വാല്യൂ എന്ന് പറയുന്നത്. അതെന്താണ്? ഹാഫ് സി (a²). അതാണ് ഈ ലൈൻ കൊണ്ട് കാണിച്ചേക്കുന്നത്. രണ്ടിവിടെ ചേർത്ത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്ത് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജി കുറഞ്ഞു വരുമ്പോൾ, ഇതാണല്ലോ കൈനറ്റിക് എനർജി, അത് കുറഞ്ഞു വരുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞ് മിനിമം ആവും, പൊട്ടൻഷ്യൽ എനർജി കൂടി എവിടെത്തും? മാക്സിമത്തിലെത്തും. ഈ ഡയറക്ഷൻ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി കൂടി മാക്സിമത്തിലോട്ട് പോകുമ്പോൾ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? കുറഞ്ഞ് മിനിമത്തിലോട്ട്. എവിടെയാണോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയ അതേ കറസ്പോണ്ടിങ് കൈനറ്റിക് എനർജി എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. അപ്പം എനർജി ഫോം മാറുകയാണ് മാത്രമാണ് അവിടെ ചെയ്തേക്കുന്നത്.
സോ ടോട്ടൽ എനർജി ക്യാൻ ബി റിട്ടേൺ ഹാഫ് സി എ സ്ക്വയർ. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ആണ് ഫ്രീക്വൻസി വെച്ച് പറയുകയാണെങ്കിൽ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഓഫ് 4π² μ² a² എന്ന് പറയാം. സോ വേണമെങ്കിൽ ഈ ഇക്വേഷനായിട്ടും അതിനെ ഓർത്തിരിക്കുക. 2π² m μ² a എന്നുള്ള രൂപത്തിലും നമുക്ക് ടോട്ടൽ എനർജിയെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ രണ്ടിൻ്റെ കൂടെയുള്ള ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. ദിസ് പരാബോള ഷോ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്ക്